മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് സർഗവസന്തമായ വയലാറിൻ്റെ 50-ാം ചരമവാർഷികമാണ്. ഈ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഗാനത്തെ ഒന്ന് അവലോകനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മഴയെ ഏറ്റവും സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരുപാട് കവിതകളും പാട്ടുകളുമൊക്കെ ഉണ്ട്. അതിലൊക്കെ ഏറെ എനിക്കിഷ്ടമായിട്ടുള്ളത് ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചലച്ചിത്രത്തിൽ വയലാർ രചിച്ച് ജി ദേവരാജൻ സംഗീതം ചെയ്ത് യേശുദാസ് ആലപിച്ച പനിനീർ മഴ പൂമഴ എന്ന ഗാനത്തെ. ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഭാരതം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ സർഗധനായ കവി കാളിദാസൻ്റെ ഭാവനയെ അതുപോലെ നമ്മളിലേക്ക് തേൻതുള്ളിയായി പകർത്തി തന്നൊരു ഗാനമാണ്. കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലം പണിയിച്ച് നമ്മുടെ മുമ്പിലേക്ക് തന്ന കാളിദാസനെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റിയെന്ന് വരില്ല. കാളിദാസൻ്റെ ഗ്രന്ഥങ്ങൾ അതവിടെ കിടക്കും. പക്ഷേ ആ സൗന്ദര്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ വയലാറിൻ്റെ തൂലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു അല്പം റൊമാൻറ്റിക്കായിട്ടുള്ള രംഗമാണ് എങ്കിലും ഇത് മഴയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. മഴയുടെ സൗന്ദര്യമാണ്. മഴ ഭൂമിയിലേക്ക് പെയ്യുമ്പോൾ ഭൂമിയെ കൂടുതൽ സുന്ദരമാക്കുന്നു, ഭൂമിയെ പുഷ്പിണിയാക്കുന്നു, ഭൂമിയെ ഉർവരയാക്കുന്നു. അതാണ് പ്രമേയം. ഇത് കാളിദാസൻ്റെ കുമാരസംഭവം എന്ന കവിതയിൽ പാർവതീദേവി ശിവനെ അഗാധമായി പ്രണയിച്ച് ഗാഠമായ തപസ്സിലേർപ്പെട്ടിരിക്കുകയാണ്. ആ തപസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഋതുക്കൾ കടന്നു പോകുന്നത് അവൾ അറിയുന്നില്ല. മഞ്ഞും വെയിലും ഒക്കെ കടന്നു പോകും. അവസാനം മഴ വരികയാണ്. മഴ വരുമ്പോൾ ആദ്യത്തെ മഴത്തുള്ളി, ആ പ്രഥമോദ ബിന്ദു എന്നാണ് കാളിദാസൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ പ്രഥമോദ ബിന്ദു ആദ്യം പാർവതീദേവിയുടെ സുന്ദരമായ കൺവീലികളിൽ തട്ടുന്നു. സ്ഥിതാക്ഷണം ഭഷ്മസ്യ എന്നാണ് അത് പറയുന്നത്. കൺവീലികളിൽ അല്പം തട്ടി നിന്നിട്ട് നേരെ ചുണ്ടിലേക്ക് വീഴുന്നു. താടിദാദ്ര അവിടെ ചുണ്ടിൽ വീണിട്ട് ആ മഴത്തുള്ളി പാർവതിയുടെ മാറിടത്തിലേക്ക് വീഴുകയാണ്. വീണിട്ട് അത് അവിടുന്ന് ചിതറിത്തെറിക്കുകയാണ്. ചിതറിത്തെറിച്ചിട്ട് പാർവതിയുടെ മനോഹരമായ വയറിലെ മടക്കുകളിലൂടെ താഴേക്കൊഴുകി പോകുന്ന ഒരു മനോഹരമായ രംഗമാണ് കാളിദാസൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാളിദാസൻ ഇത് ആവിഷ്കരിക്കുമ്പോൾ പാർവതീദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. ഇതിലൂടെ നമ്മൾ വെളിവാക്കുന്നു. അതിലുപരി ഭൂമിയിലേക്കൊരു മഴത്തുള്ളി വീണ് ആ മഴത്തുള്ളി നേരെ ആ പർവ്വതമുകളിലായിരിക്കുമല്ലോ വീണിട്ട് അത് താഴേക്ക് ചിതറി ആ വെള്ളം പല കൈവഴികളായി നദികളായി ഒഴുകി ഭൂമിയുടെ മടക്കുകളിലൂടെ ഒഴുകി നദികളെല്ലാം ചേരുന്നത് കടലിലായിരിക്കും, അല്ലെങ്കിൽ നദികളെല്ലാം ഭൂമിയെ ഉർവരയാക്കി കടന്നു പോവുകയായിരിക്കും. ഈ ഒരാശയമാണ് ഈ വയലാർ മനോഹരമായി നമുക്ക് പകർന്നത്. പനിനീർ മഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ നനയുന്നതോ കഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ. അതിൽ സുന്ദരിയായ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉടുപ്പിനെയാണോ നനയ്ക്കുന്നത് അതോ നിന്റെ യൗവനത്തെയാണോ നനച്ചെടുക്കുന്നത് എന്നുള്ളതാണ് കവി ചോദിക്കുന്നത്. പിന്നീട് കാളിദാസൻ്റെ ഈ പദ്യത്തെ, കുമാരസംഭവത്തിലെ ഈ പദ്യത്തെ അതേപോലെ വയലാർ പകർത്തുകയാണ്. ഒരല്പം മാറ്റം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമലപൂവിനെ മാറിൽ തട്ടി തടഞ്ഞു ചിതറി മൃദുരോമങ്ങളിലിടറി
മൂക്കിൽ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി. നായിക മഴ നനയുകയാണ്. മഴ നനയുമ്പോൾ പണ്ട് കാളിദാസൻ വരച്ചു വെച്ച പാർവതി ദേവിയെ എങ്ങനെയാണോ മഴ സുന്ദരിയാക്കിയത്, അതേപോലെ നിന്റെ യൗവനത്തെയും നിന്റെ അതേപോലെ ആ ക്രമത്തിൽ തന്നെയാണ് പറയുന്നത്. കണ്ണിൽ തട്ടി ചുണ്ടിൽ വീണ് മാറി തടഞ്ഞ് വരികൾ എന്നുള്ളത് മാറ്റി അത് രോമങ്ങളിലാക്കി. ഇത് ശരിക്കും പരോക്ഷമായിട്ട് നോക്കുമ്പോൾ ഭൂമിയിൽ ഒരു നദിയുടെ ഒഴുക്ക് തന്നെ ഇതിനകത്ത് കാണാൻ പറ്റും. മഴയുടെ സൗന്ദര്യം ഇത്രയും നന്നായിട്ട് ആവിഷ്കരിച്ച മറ്റൊരു പാട്ട് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇനി വീണ്ടും അടുത്തത് ഈ മഴയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ മഴക്കോളൊക്കെ കാണുമ്പോൾ നമുക്ക് സമ്മിശ്ര വികാരമാണ്. ചിലപ്പം മഴ നമുക്ക് ഭയങ്കരമായ മഴ പെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ മേഘങ്ങളിലൂടെ അതും കാളിദാസൻ്റെ മേഘസന്ദേശവും അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ടായിരിക്കും. മേഘപ്പൂക്കളിലൂടെ മുകളിലെ മഴവിൽ പൊയ്കയിലൂടെ നോക്കി മനോഹരമായൊരു ലോകത്തൂടെ വളരെ സന്തോഷമായിട്ടാണ് ഇത് വരുന്നത്. മഴവിൽ പൊയ്കയിലൂടെ കാറ്റിൻ ചിറകിൽ പിടിച്ചു കയറി പൂമ്പൊടി വിതറി. അപ്പം മഴ ഇങ്ങനെ ചെതറി വീഴുകയാണ്. അപ്പം അത് മനോഹരമായൊരു ലോകത്തൂടാണ് വരുന്നത്. മേഘപ്പൂക്കളിലും മഴവിൽ പൊയ്കയിലും ഒക്കെ നീന്തി അത് നമ്മുടെ ഭൂമിയിലേക്ക് കനകപ്പൂമ്പൊടി വിതറി. മണ്ണിൻ്റെ മാറിലെ വികാരമായ പവിഴമഴത്തുള്ളി, പണ്ട് ഭാഗീരഥിയെപ്പോലെ നിന്നെയും പുഷ്പിണിയാക്കി. ഭൂമി പുഷ്പിണിയാവുകയാണ്. ഭൂമിയിൽ പൂക്കളും പിന്നെ ചെടികളും എല്ലാം വളർന്ന് ഭൂമിയെ ഉർവരയാക്കുന്ന ആ മഴയാണ് പറയുന്നത്. ഭാഗീരഥി എന്ന് പറയുന്നത് ഗംഗയാണ്. പണ്ട് ഭഗീരഥൻ എന്ന് പറയുന്ന ഒരാൾ അക്ഷീണ പരിശ്രമം ചെയ്ത് തപസ് ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഒഴുക്കിയത്. അതുകൊണ്ടാണല്ലോ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേര് വന്നത്. അപ്പോൾ ആ ഭാഗീരഥി എങ്ങനെയാണോ ഗംഗ എങ്ങനെയാണോ ഭൂമിയെ ഉർവരയാക്കിയത്, അതുപോലെ നിന്നെയും ഈ ഭൂമിയെയും ഈ മഴ പുഷ്പിണിയാക്കുകയാണ്. വയലാറിൻ്റെ ആ തൂലിക വിശ്വസാഹിത്യത്തിലുള്ള പല ആശയങ്ങളെ, അതുപോലെ കാളിദാസനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സർഗപരമായി സ്വാധീനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളിൽ കാളിദാസ സ്വാധീനം നമുക്ക് കാണാം. വയലാറിൻ്റെ സ്മരണ ഈ അവസരത്തിൽ ഒന്നുകൂടി പുതുക്കി.